അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ-ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ റമദാനിന്റെ മഗ്ഫിറത്തിന്റെ 10 കൂടി നമ്മിൽ നിന്ന് വിട പറയാൻ അടുക്കുകയാണ്. റഹ്മത്തിന്റെ 10 വർഷം വിട പറഞ്ഞു. മഗ്ഫിറത്തിന് 10 ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ വിട പറയുന്നു. ഇനി ഇത്കുമനാറിന്റെ നരകമോചനത്തിന്റെ 10ലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഖദറിന്റെ രാത്രി, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടാവുന്ന രാത്രികളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. 1000 മാസത്തേക്കാൾ പുണ്യകരമായ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച രാത്രിയാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ അവതരിപ്പിച്ച രാത്രി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലൗഹുൽ മഹ്ഫൂദ് നോക്കി ആകാശത്തുള്ള മലക്കൾക്ക് വിശുദ്ധ ഖുർആനെ പറഞ്ഞു കൊടുക്കുകയും അവരത് ഏടിൽ പകർത്തുകയും ചെയ്ത് ആ ഏടുകൾ ആകാശത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 1-ാം ആകാശത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് അവതരിപ്പിക്കപ്പെട്ട രാത്രിയാണ് ഖദറിന്റെ രാത്രി. ഖദർ എന്നാൽ ബഹുമാനം എന്നർത്ഥമുണ്ട്, നിർണയത്തിന്റെ രാത്രി എന്നൊക്കെ അർത്ഥമുണ്ട്. ഏതായാലും 1000 മാസത്തേക്കാൾ പുണ്യകരമായ രാത്രിയാണ് എന്നത് വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ വ്യക്തമായ കാര്യമാണല്ലോ. 83 കൊല്ലവും 4 മാസവുമാണ് 1000 മാസം. അതിനേക്കാൾ പുണ്യകരം ലൈലത്തുൽ ഖദർ ഇല്ലാത്ത 1000 മാസത്തേക്കാൾ പുണ്യകരമായ രാത്രിയെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. മലക്കൾ ഇറങ്ങി വരുന്ന, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്ന, സത്യവിശ്വാസികൾക്ക് ആശ്വാസം പകരുന്ന ഒരു രാത്രിയാണ് ഖദറിന്റെ രാത്രി. ആ രാത്രി നിമിത്തങ്ങൾ പറയുകയാണ്, ലൈലത്തുൽ ഖദർ ഏത് രാത്രിയാണെന്ന് എനിക്ക് അറിവ് നൽകപ്പെട്ടു. സഹാബത്തിനെ അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോൾ പരസ്പരം 2 പേർ തർക്കിക്കുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം പിശാചുണ്ട്. അത് കാരണത്താൽ ഞാനത് മറന്നുപോയി. അതിനാൽ അവസാന 10 വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ഒറ്റയെട്ട് രാവുകളിൽ നിങ്ങളിതിനെ പ്രതീക്ഷിക്കണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ് തുടങ്ങിയ രാത്രികളിൽ ലൈലത്തുൽ ഖദർ നമ്മൾ പ്രതീക്ഷിക്കണം. നബിയുടെ ഹദീസിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. അത് കൃത്യമായി വ്യക്തമാക്കപ്പെടാതിരിക്കാൻ കാരണം എല്ലാ രാത്രിയും ഇബാദത്തെടുത്ത് പ്രതീക്ഷിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ഖൈർ നബിത്തങ്ങളത് മറന്നതുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ രാത്രി ആരാധന കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. പ്രത്യേകിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ പ്രാർത്ഥന നീ അധികരിപ്പിക്കാനാണ്. അല്ലാഹുവേ, നീ തന്നെ ഒരു മാപ്പാണ്. മാപ്പ് ചെയ്ത് നീ തന്നെ ഒരു മാപ്പായിട്ടുണ്ട്. നീ തന്നെ ഒരു മാപ്പാണ്. ഫഅഫു അന്നി, നീ അതിനകത്തോട്ട് മാപ്പ് ചെയ്യണമേ. കഴിഞ്ഞു പോയ നമ്മുടെ പാപങ്ങളൊക്കെ, വീഴ്ചകളൊക്കെ അല്ലാഹുവിനോട് മാപ്പിരുന്നുകൊണ്ട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയുള്ള രാത്രിയാണ് ഖദറിന്റെ രാത്രി. ഫിഖിന്റെ കിതാബിൽ കാണാം, മഗ്‌രിബ് വിഷയം ജമാഅത്തായിട്ട് ഒരാൾ റമദാൻ 30 ദിവസം നിസ്കരിക്കുകയാണെങ്കിൽ അവൻ ലൈലത്തുൽ ഖദറിനുള്ള വിഹിതം അവനക്ക് ലഭിച്ചു എന്നാണ്. റമദാൻ ഏത് രാത്രിയും ആവാം, പ്രത്യേകിച്ച് ഒറ്റയെട്ട് രാവ്. എല്ലാ രാത്രിയും നമ്മൾ മഗ്‌രിബ് ഇശാ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ഒറ്റയെട്ട് രാവുകൾ ഇശാ മഗ്‌രിബ് ജമാഅത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാകണം. അതോടൊപ്പം ഫർദ് നിസ്കാരങ്ങളോടൊപ്പം സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ദിക്റുകളൊക്കെ ചൊല്ലി സദഖകളൊക്കെ കൊടുത്തു ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി സാധിക്കും. ഖദറിന്റെ രാത്രി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കണം. നമ്മുടെ മുൻഗാമികളൊക്കെ ഒരുപാട് വർഷങ്ങൾ ജീവിച്ച ഇബാദത്തെടുത്ത മുൻഗാമികളെ ഇബാദത്ത് കൊണ്ട് കവച്ചു വെക്കാൻ വേണ്ടി ഇത്തരം രാത്രികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുത്തി കളയാതെ ഈ രാത്രി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി ഞാൻ അടക്കമുള്ള എല്ലാവരും തയ്യാറാകണം. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് 4 വിഭാഗം ശ്രേഷ്ഠകരമായ രാവുകളൊന്നും 4 വിഭാഗത്തിന് ലഭിക്കൂല. ഒന്ന് കള്ളിന് കീഴ്പ്പെട്ടവൻ, മറ്റൊന്ന് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവൻ, മറ്റൊന്ന് കുടുംബബന്ധം മുറിക്കുന്നവൻ, മറ്റൊന്ന് 3 ദിവസത്തിനേക്കാൾ കൂടുതൽ തന്റെ സുഹൃത്തിനോട് മിണ്ടാതിരിക്കുന്നവൻ.
ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങി മാതാപിതാക്കളുടെ പെരുമാറ്റം നന്നാക്കുക. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരോട് പൊരുത്തപ്പെടിച്ച് നന്നാക്കുക. മരിച്ചവരാണെങ്കിൽ അവരുടെ കബറിനടുക്കൽ പോയി സിയാറത്തൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ആ കുടുംബബന്ധം പുലർത്തണം. 3 ദിവസത്തിൽ കൂടുതൽ മിണ്ടാതിരിക്കുന്നവരുണ്ടെങ്കിൽ സംസാരിക്കാൻ വേണ്ടി തയ്യാറാകണം. കള്ളിന് കീഴ്പ്പെട്ടവരുണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങണം. എന്നാലേ കബറിന്റെ രാത്രിയുടെ ശ്രേഷ്ഠതയൊക്കെ ലഭിക്കുകയുള്ളൂ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാത്രിക്ക്. ആ രാത്രി ജീവികളുടെ ശബ്ദം കുറയുമെന്നും എല്ലാ ജീവജാലങ്ങളും ഒരു സുജൂദ് ചെയ്യും പോലെ തോന്നുമെന്നും മൊത്തത്തിലൊരു ശാന്തത ഉണ്ടാകുന്നതൊക്കെ കിതാബുകളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുമ്പോൾ മഹത്വമുടെ ഈ രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധന കൊണ്ട് രാത്രിയെ ധന്യമാക്കാൻ വേണ്ടി തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ അതിന്റെ ശ്രേഷ്ഠത പൂർണ്ണമായി ലഭിക്കപ്പെടുന്നവര് നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഇണകളെയും മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും ഗുണകാംക്ഷികളെയും ദുആ കൊണ്ട് വസിയത്തെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ മാസം അല്ലാഹു നമുക്കും അവർക്കും അനുകൂലമാക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് റമദാൻ ആഘോഷിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. വാഹിദ് ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.